ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെ നമുക്ക് അടിപൊളി കൊഞ്ചുകറി വെക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറുവപ്പട്ടയും പെരിഞ്ചീരകവും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണിത്. അതിനുശേഷം നമുക്കിനിയും അതൊന്ന് വഴന്നു വരുമ്പോൾ അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അത്യാവശ്യം വഴന്നതിന് ശേഷം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് പൊടികൾ മൂപ്പിച്ചെടുക്കുക. അങ്ങനെ പൊടികൾ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കൊഞ്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നാര് പോലെ ഉണ്ട്, അത് നമ്മൾ കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കൊഞ്ചൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് പുളിക്ക് വേണ്ടി ഇതിനകത്ത് ആവശ്യത്തിന് കൊടംപുളി ചേർക്കുക. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം എത്രമാത്രം ചാറ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് വീണ്ടും എല്ലാം നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കുക. നമ്മുടെ കറി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. എത്രമാത്രം ചാറ് വേണം അതിനനുസരിച്ച് വറ്റിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ കൊഞ്ച് കറി റെഡി.